ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിൽ മോളി ഫിഷ് ഉണ്ടായിരുന്നു. അത് പ്രസവിച്ച്, അതായത് പല ടൈപ്പ് മോളീസ് ഉണ്ടായിരുന്നു. അത് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടായി. അതിനെ നമ്മൾ പുതിയൊരു വലിയ അക്വേറിയത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പം നിലവിൽ ഒരു ചെറിയ ബൗളിനകത്താണ് കിടക്കുന്നത്. അത് ഒത്തിരി തിങ്ങി നിറഞ്ഞ കാരണം അതിന് ശരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ അക്വേറിയത്തിലേക്ക് മാറ്റുകയാണ്, വലിയ അക്വേറിയത്തിലേക്ക്. എൻ്റെ മകൻ ദേവാൻഷാണ് ഇതിൻ്റെ എല്ലാം മൊത്തം പരിപാടികൾ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഈ അക്വേറിയം ഫിഷ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു ഹാബിറ്റായിട്ട് മാറി. അക്വേറിയത്തിനകത്തെ വെള്ളവും എല്ലാം ചേഞ്ച് ചെയ്യുന്നതും എല്ലാം ദേവാൻഷാണ്. വെള്ളം ഇച്ചിരി കൂടുതലാണ്, അത് കാരണം ദേവുവിന് പൊക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുവാണ്. വെള്ളം പോരെന്ന് തോന്നുന്നു, അത് കാരണം നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഫിഷിനെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടാം. ഇപ്പോൾ നമ്മളുടെ മീൻ ഈ അക്വേറിയത്തിലാണ് ഉള്ളത്. ചെറിയ ബൗള്. വെള്ളം ഇച്ചിരി കളറ് മാറി, ഇച്ചിരി പായലിൻ്റെ ഇതായി. അത് കാരണം നമ്മൾ വേറെ ഒരു ബക്കറ്റിനകത്തോട്ട് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മീനെ ഇതിനകത്തോട്ട് വലിയ ടാങ്കിലേക്ക് നമുക്ക് പിടിച്ചിടാം. കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അതായത് മുള്ളൻ, അത് നമുക്ക് ഇതിനകത്തോട്ടിടാം. വെള്ളത്തിൻ്റെ കളറുണ്ടോ, ആ പാടെ ചെളി പിടിച്ചായിരിക്കുന്നത്. അത് കാരണം ആണ് നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് വേറെ പുതിയ വെള്ളം അതിനകത്ത് ആഡ് ചെയ്യാൻ പോവുക. ഹായ്. ഇത് പാൻഡ മോളി, യെല്ലോ മോളി, വൈറ്റ് മോളി എല്ലാത്തിനെയും കൂടെ മിക്സ് ബ്രീഡാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രസവശേഷം ഇതിൻ്റെ അമ്മ മോളി മരിച്ചുപോയി. കണ്ടോ, സുന്ദരക്കുട്ടപ്പന്മാർ. നല്ല രസമാണ് ഇമാരെ കാണാൻ. പക്ഷെ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ ഇമാരുടെ ഇത് ചാടും.
മാറ്റി ഇപ്പം ഫുൾ മോളി ഇതിനകത്തുണ്ട്. അവന്മാർ നല്ല സ്പേസ് ഉള്ള അക്വേറിയത്തിൽ ലാവിഷായിട്ട് ഓടിക്കളിക്കുകയാണ്. അപ്പം ദേവാൻഷും ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? അപ്പം ഇനിയിപ്പം അടുത്തത് എന്തുവാ? നമ്മുടെ അടുത്ത് അക്വേറിയത്തിലിടുന്ന ബ്ലാക്ക് സ്റ്റോൺ വാങ്ങിച്ച് തിരുപ്പുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒന്ന് കഴുകിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അന്നേരം അക്വേറിയം കാണാനൊക്കെ ഇച്ചിരി നല്ല ഭംഗിയായിരിക്കും. മണ്ണ് ഫില്ല് ചെയ്യുന്നപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം കൂടെ കണ്ടോ ഒരു സൈഡിലോട്ട് ചേർന്നിരിക്കും പേടിച്ച്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യണം.